കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന പോലെ അപ്പനെ തോന്നുമായിരുന്നു. പറമ്പിലേക്ക് പോകുമ്പോൾ അപ്പൻ എന്നെ വഴക്കൊക്കെ പറയുമായിരുന്നു. ചിലർക്ക് ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സനലേട്ടാ. ആ റേഡിയേഷനൊക്കെ കഴിഞ്ഞ ആളൊന്നും ഉഷാറായതാ. രാത്രി ഒരു ശബ്ദം പോലും ഇല്ലായിരുന്നു. തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലേ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും പെട്ടെന്ന് എനിക്കതിന് ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നല. ലീന, എന്ത് വർത്തമാനം ഇത്? അപ്പൊ പിന്നെ ഞാനോ? സനലേട്ടനില്ല എന്നല്ല, പക്ഷെ അപ്പനും അമ്മയൊക്കെ. നീ അങ്ങനെ ഓർക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്താലോ? തൽക്കാലം ടൗണിലൊരു വീടെടുക്കാം. നിനക്കൊരു ചേഞ്ച് ആവും. വേണ്ട സനലേട്ടാ, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ ആണെങ്കിൽ അപ്പനെ അമ്മയെ ഓർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോയാൽ ഞാൻ ചിലപ്പോൾ അവരൊക്കെ മറന്നു പോയാലോ? ലീന എങ്ങനെയൊക്കെ വിചാരിച്ചെങ്ങനെയാ? വേണ്ട സനലേട്ടാ, തൽക്കാലത്തേക്ക് ഞാൻ നോക്കിയാവുന്നവരെ. നിങ്ങൾ ഉറങ്ങിയായിരുന്നോ മോളെ? ഇല്ല, എന്നെ പറ്റി വരമേ. ഒരു കമ്പിളി ഇങ്ങെടുത്ത് തന്നെ മോളെ. അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. എന്നാ ഒരു തണുപ്പാ ഇവിടെ. കിടന്നോ അവരൊക്കെ? അവര് കിടന്നു. എന്നാലും വർക്കിച്ചിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചായിരുന്നോ എൻ്റെ കൊച്ചെ? എടാ മോനെ, ഇനി ഇവളെ ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കാതെ വിളിച്ചോണ്ട് പോയി ജീവിക്കാൻ നോക്ക്. വർക്കിച്ചൻ പോയെന്ന് കരുതി ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ ഉണ്ട്. ദാ വരുന്നേ. എങ്കിൽ പിന്നെ നിങ്ങൾ കിടന്നോ മക്കളെ. വന്ന് പേരപ്പൻ ഇപ്പൊ തണുപ്പൊട്ട് സഹിക്കത്തില്ലെന്നേ.